ഇന്ന് നമ്മൾ മണാലിയോട് ഗുഡ് ബൈ പറയാണ്. നമ്മൾ ഷിംലയിലോട്ട് പോവുകയാണ്. മണാലിയിലെ കാഴ്ചകൾ ഏകദേശം കണ്ടു. ഇപ്പോൾ വശിഷ്ഠ ഭാഗത്ത് കണ്ടിട്ട് വരികയാണ്. അപ്പോൾ എന്തെങ്കിലും പറയണ്ട? സൂപ്പർ. എന്ത് സൂപ്പർ? മണാലി സൂപ്പർ. പ്രതീക്ഷയെ വെച്ച് അടിപൊളിയായിരുന്നു. മഞ്ഞ് വീഴുന്നതൊക്കെ കാണാൻ പറ്റി. അതന്നെ എപ്പോഴും കിട്ടുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അടിപൊളിയായിരുന്നു മണാലി. ഇനി നമ്മൾ ഷിംലയിലോട്ട് പോവാണ്. വീണു എന്ന് കേട്ടു. ഇനിയിപ്പോ പോയാലേ അറിയുള്ളൂ എന്താണ് അവിടുത്തെ കണ്ടീഷൻ. നോക്കാം. എങ്ങനെ മണാലി ടു ഷിംല റോഡ് പോവാണ്. കുളു റോഡ്. ഓക്കെ. ഫുള്ള് ദേവദാരു മരങ്ങളാണ്. അത് കണ്ടോ അവിടെ ഒരു രാവിലെ തന്നെ കള്ളുപിടിയാ. തല്ലുകൊള്ളൂട്ടാ. നമ്മൾ നല്ല നീറ്റാണല്ലോ. അപ്പോൾ നമ്മൾ ഷിംലയിലോട്ട് പോകുന്ന വഴിയിൽ കണ്ടൊരു മൊണാസ്ട്രിയാണ് ഡക്പോ മൊണാസ്ട്രി. ഇതിനകത്തേക്ക് കടത്തി വിടത്തില്ല. കൊറോണയൊക്കെ ആയതുകൊണ്ട് അവിടെ കുറേ സന്യാസിമാരൊക്കെ ഉണ്ട്. നമുക്ക് ഫുള്ളായിട്ടൊന്നും കാണാനൊന്നും പറ്റത്തില്ല. അയ്യോ, ആ ദൂരെ കാണുന്നതാണ് മൊനാസ്ട്രി. നമുക്ക് അത്രേ കാണാൻ പറ്റത്തുള്ളൂ. അവിടെയൊക്കെ ഒരുപാട് സന്യാസിമാർ ഉണ്ട്. പക്ഷെ നമുക്ക് അതിനകത്ത് കടത്തി വിടത്തില്ല. ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് ഇവിടെ എല്ലാം എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അവരുടെ പഠിക്കുന്നതും താമസിക്കുന്നതുമായിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ക്ലിനിക്കൊക്കെ ഉണ്ട് ഇതിന് വേണ്ടിയിട്ട്. ആ മൊണാസ്ട്രിയുടെ ഫ്രണ്ടിലെ കോളിഫ്ലവർ തോട്ടമാണ്. ഒരുപക്ഷെ അവരുടെ തന്നെ ആയിരിക്കും അല്ലേ? അതല്ലേ, നോക്കിയിട്ട് വരാം. മുള്ളുവേലിയാണ്. ഫുൾ മുള്ളൊക്കെയുള്ള കോലും ഉണങ്ങിയ കമ്പൊക്കെ വെച്ചിട്ട് ഇത് ഫുള്ളും ആയതെല്ലാം എടുത്തു പോയി. കുറച്ച് ചെറുതേ ഉള്ളൂ. ഇതെന്താ? ഇത് ക്യാബേജാണോ? ക്യാബേജാ. പക്ഷെ ഒന്നും വിളഞ്ഞതൊന്നുമില്ല. വളഞ്ഞിട്ടുണ്ട്. വളഞ്ഞതൊക്കെ എടുത്ത് പോയിരിക്കുന്നുണ്ട്. അതാണ്ട് അതിന്റെ പൂ കണ്ടോ? വയലറ്റ് കളർ കുഞ്ഞു പൂ. കാണുന്നില്ലല്ലോ, അടുത്ത് പോയി നോക്കാനും പറ്റത്തില്ലല്ലോ. അതാ കോളിഫ്ലവർ. ഈ സ്ഥലത്തിന്റെ പേര് കൈസ് എന്നാണ് കേട്ടോ. നമ്മളെ മണാലിയിൽ നിന്ന് ഷിംലയ്ക്ക് പോകുമ്പോൾ ഉള്ളതാണ്. കുളു പോകുന്ന റൂട്ടിലുള്ള 2 റൂട്ടുണ്ട്. ഒരു വേറൊരു റൂട്ട് കൂടി ഉണ്ട്. നമ്മൾ ഷോർട്ട് കട്ട് റൂട്ടിൽ കൂടെ വന്നത്. കൈസ് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ മൊണാസ്ട്രി. നമ്മളിപ്പോൾ കുളുവിലാണ് നിൽക്കുന്നത്. ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും നൂഡിൽസ് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് ഇവിടെ നിന്നാണ്. ഈ കാണുന്നതാണ് കുളു ടൗൺ. ശരിക്കും പണ്ടത്തെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിരുന്നു. ഇപ്പോൾ ഇവിടെ മഞ്ഞും ഇതൊന്നും വരാത്തത് കൊണ്ട് തണുപ്പുണ്ട്, പക്ഷെ മഞ്ഞൊന്നും വീഴുന്നില്ല എന്ന് തോന്നുന്നു.
സ്നോ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇവിടെ അധികം ആരും ഒന്നും കാണാനും അതിന് വേണ്ടി വരുന്നില്ല. ടൂറിസ്റ്റ് കുറവായി. എന്നാലും ഒത്തിരി റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മുടെ സ്പടിക കട്ടിലൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഡൈനിങ് ടേബിൾ അല്ല, ഒരു വെയിലത്ത് ഇരിക്കാനുള്ളതാ. ഇരുന്ന് കഴിക്കുകയും ചെയ്യാം, ഇരുന്ന് കഴിക്കുകയും ചെയ്യാം. മൾട്ടി പർപ്പസ് കട്ടിലാണ് കേട്ടോ. പിന്നെ വേണ്ടോ, ഞങ്ങളൊരു മാഗിയോ ഓംലെറ്റ് കഴിക്കാൻ പറഞ്ഞിട്ട് നിർത്തിയതാ. ചെറിയൊരു കടയാ. പിന്നെ ഇതാണ് കുളുവിലെ കാഴ്ചകളൊക്കെയാണ്. പണ്ടത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ നിറയെ ഹോട്ടൽസ് ഉണ്ട് ഇവിടെ കേട്ടോ. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. നല്ല വ്യൂ ആ കാണാൻ ഉണ്ടോ. അടിപൊളി. പിന്നെ ഇവിടുന്ന് ഒരു 8-9 കിലോമീറ്റർ കഴിഞ്ഞാൽ പുന്തർ പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മുടെ സനീഷിൻ്റെ ഫ്രണ്ട് അവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് നിർത്തി പുള്ളീനെയും കണ്ടിട്ട് വേണം പോകാൻ. അപ്പം നോക്കാം, പുള്ളിയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവിടെ എത്തി കണ്ട് സംസാരിച്ച് രണ്ടുവാൻ ഷിംലയ്ക്ക് പോകാൻ. ഞങ്ങൾ വരുന്ന വഴിയിൽ കോളിഫ്ലവർ ഭയങ്കര ലാഭത്തിൽ കിട്ടുന്നത് കണ്ടപ്പം വാങ്ങിക്കാൻ വേണ്ടി നിന്നാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തൊടിയിൽ കണ്ടതാ ബീട്രൂട്ട്. ഇപ്പോൾ കൊച്ചായിട്ടുള്ളൂ, കൊച്ചു ബീട്രൂട്ടാണ്. വേണ്ടി ബീട്രൂട്ട്, മല്ലിയില എല്ലാം ഫ്രഷാണ് ഇവിടെ. അത് നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം. മുഴുവൻ ബീട്രൂട്ടാണ്. ഇതവിടെ വിളവെടുക്കുന്നുണ്ട്. അത് കോളിഫ്ലവർ. കോളിഫ്ലവർ അവർ ആയതായത് പറിച്ചുകൊണ്ട് പോവാണ്. അവരാണ് അതിൻ്റെ ആൾക്കാർ. അവർ നമ്മളെ കണ്ടപ്പോൾ അവർക്ക് ചിരി വന്നു, വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ. ഇതൊക്കെ കുഞ്ഞാണ്, ആയിട്ടില്ല. പിന്നെ റാഡിഷും ഉണ്ട്. ഇത് റാഡിഷ് പിങ്ക് കളറിൽ. ഇതുപോലെ കൊട്ടയിൽ അവരെടുത്തു. ഇനി അവരവരുടെ മാർക്കറ്റ് പ്ലേസിൽ പോകും, അല്ലെങ്കിൽ അവരവരുടെ വീട്ടിലോട്ട് പോകും. ഇവിടെ ഏകദേശം ഉള്ളതൊക്കെ ഇതുപോലെ കോളിഫ്ലവറിൻ്റെ പാടമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 1 കിലോ വാങ്ങിച്ചായിരുന്നു, 25 രൂപയാണ്. നാട്ടിലിപ്പോൾ എന്താ റേറ്റ് എന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾ വരുന്ന സമയത്തൊക്കെ നല്ല റേറ്റ് ആയിരുന്നു. 40, 50, 70 രൂപയൊക്കെ ആയിരുന്നു 1 കിലോ കുറച്ച് നാൾ മുമ്പ്. ഇപ്പം എന്താ റേറ്റ് എന്ന് അറിയില്ല. പിന്നെ ഫ്രഷായിട്ട് കിട്ടുന്നതുകൊണ്ട് നമ്മൾ 1 കിലോ വാങ്ങിയായിരുന്നു. ഇതാണ്ടേ അവിടെ മുകളിൽ കൊണ്ടുപോയി അവരത് വിൽക്കാൻ വയ്ക്കുകയാണ്. നമുക്ക് ഫ്രഷായിട്ട് വാങ്ങിക്കാം. ഇവിടെ കൊണ്ടുവന്നിട്ട് അവർ വിൽക്കുന്നത്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നലെ രാത്രി നമ്മൾ ഷിംലയിലെത്തി. ഒത്തിരി ലേറ്റായി, 9:30 ആയി. അപ്പോൾ ഒന്നും കാഴ്ചകളൊന്നും അവിടുത്തെ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമ്മളെടുത്ത കോട്ടേജിൻ്റെ ഇത് കൃഷ്ണ കോട്ടേജാണ്. അതിന് വെളിയിലുള്ള വ്യൂ ആണ്. ഷിംല മൊത്തം നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഈ കോട്ടേജ് ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. ഇപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. എന്താ പറയുക, മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള റൂഫും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നല്ല രസമുണ്ട്.
ഇവിടുത്തെ ഇത് പുറത്തേക്കുള്ളൊരു വാതിലാണ്. പ്രത്യേകിച്ചൊന്നുമില്ല അതിനകത്തേക്ക് കാണാൻ. അപ്പോൾ അധികം അടച്ചുറപ്പൊന്നൊന്നും പറയാനൊന്നും ആയില്ല. കിച്ചൺ ഇത് ബെഡ്റൂമിന് വെളിയിൽ വരുമ്പോഴുള്ള ഒരു ഹോൾ മതി കോമൺ ആയിട്ടുള്ളത്. വേറൊരു റൂമുണ്ട്, മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലെ. ഇവിടെ സിംഗിൾ കോട്ട് ബെഡ് 2 ഉണ്ട്. ഡൈനിങ് ഏരിയ സെപ്പറേറ്റഡ്. പിന്നെ അതിനകത്ത് തന്നെ വേറൊരു റൂം, മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഷിംലയുടെ ഒരു നല്ലൊരു വ്യൂ കിട്ടും. നല്ലൊരു മിററൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിവിടെ താമസിക്കുന്നവർക്ക് കുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അടുക്കളയാണ്. അല്ല പറഞ്ഞാൽ നമുക്ക് ഓർഡർ ചെയ്താൽ മതി. കിച്ചൺ കുഴപ്പമില്ല, നല്ല സെറ്റപ്പൊക്കെ ഉണ്ട്.